ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഒരു ബാഡ് ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച അതിൻ്റെ കാര്യം പറയാമെന്ന്. കാരണം ഞാൻ ഇതുവരെ വിചാരിക്കാതെ ഒരു ഫുഡ് കഴിച്ചിട്ട് ഫുഡ് പോയ്സൺ വന്നു. അപ്പം അത് ഞാൻ പറ്റി പറയാമെന്ന് വിചാരിച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു 2 days ബാക്ക് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പുറത്ത് പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തുള്ള കടയിൽ നിന്ന് ഫ്രൂട്ട്സിൻ്റെ കടയിൽ നിന്ന് കുറേ ഫ്രൂട്ട്സ് വാങ്ങിച്ചു ആ ദിവസം. അപ്പം കുറേ ഫ്രൂട്ട്സ് അധികം കിട്ടാത്ത സ്ഥലത്തൊന്ന് ട്രൈ ചെയ്യാമെന്നൊക്കെ വെച്ചിട്ട് അപ്പം നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട്, അവക്കാഡോ, പിന്നെ പിന്നൊക്കെ അത് രണ്ടും ആണ് മെയിൻ. പിന്നെ അല്ലാതെ വാങ്ങിച്ചതാണ് കോണ്, പിന്നെ കസ്റ്റാർഡ് ആപ്പിള്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അങ്ങനെ 4-5 ഐറ്റംസ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറി മാറി കൊടുക്കാം. ഇപ്പം കുക്കിക്കും കൂടെ കൊടുക്കേണ്ടതൊക്കെ വെച്ചിട്ട് മാറി മാറി ഫ്രൂട്ട്സൊക്കെ കൊടുക്കാമെന്ന് വെച്ച് വാങ്ങിച്ചാൽ. പിന്നെ സ്വീറ്റ് കോൺ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും കൂടെ വാങ്ങിച്ചു. അപ്പോൾ എന്തോ പറ്റിയെന്ന് വെച്ചാൽ അപ്പോൾ ഈ കോൺ വാങ്ങിച്ചപ്പോൾ തന്നെ ചെറിയൊരു താഴെ അതിൻ്റെ ഈ തണ്ടിൻ്റെ വശത്തൊക്കെ ചെറിയൊരു ഗ്രീൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്നിട്ട് ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ പുറത്തായിരുന്നു വെച്ചിരുന്നത്. കാരണം അവരുടെ കടയിലും പുറത്താണല്ലോ, നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ പുറത്താണല്ലോ ഇരിക്കുന്നത് കാണുന്നത്. അപ്പം ഞാനിവിടെ വന്നിട്ട് അങ്ങനെ പുറത്ത് വെച്ചു. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, ഇത് പുറത്ത് വെക്കണ്ട, നീ ഫ്രിഡ്ജിൽ വെക്ക്, പെട്ടെന്ന് ചിലപ്പം ചീത്തയാവുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്നിട്ട് 1-2 ദിവസം ആയപ്പോൾ തന്നെ ഈ കസ്റ്റാർഡ് ആപ്പിൾ എടുത്തപ്പോൾ തന്നെ അതിനകത്തുനിന്ന് ചെറിയൊരു കളർ ചേഞ്ച് വന്നൊരു ഓറഞ്ച് കളർ ചേഞ്ച്, എന്നിട്ട് വലിയൊരു പുഴുവിനെയും കണ്ട്. അങ്ങനെ പിന്നെ മറ്റേത് രണ്ടും തുറന്നു നോക്കിയപ്പോൾ നല്ല പഴുത്ത്, പുറത്ത് കാണാൻ നല്ല രസമാണ്, പക്ഷേ അത് പുഴു ഉണ്ടായിരുന്നു. അങ്ങനെ അതെടുത്ത് കളഞ്ഞ്. 3 തിന്നില്ല, അതെടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കിവി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കിവിയും ഡ്രാഗൺ ഫ്രൂട്ടും അതിനൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ മെയിനായിട്ടും ഈ കോൺ വാങ്ങിച്ചു. അപ്പം കോണാണെങ്കിൽ ഇങ്ങനെ പുറത്തിരുന്നപ്പോൾ അതും മമ്മി പറഞ്ഞു ഫ്രിഡ്ജ് വെക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫ്രിഡ്ജ് വെച്ചിട്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒരു വാങ്ങിച്ചു, എനിക്ക് തോന്നുന്നു 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പുഴുങ്ങി സ്റ്റീം ചെയ്ത് അങ്ങനെ പപ്പ സ്റ്റീം ചെയ്തുകൊണ്ട് വന്നു. അങ്ങനെ ഞാൻ ആക്ച്വലി ഇവിടെ സൈഡിൽ വീഡിയോ കൂടെ കൊടുക്കാം, കാരണം കുറേ നാൾക്ക് ശേഷമാണ് അത് വാങ്ങിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളത് വാങ്ങിച്ച് തിന്നാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക്, എപ്പോഴും അല്ല. പിന്നെ എനിക്ക് എപ്പോഴും അത് തിന്നുമ്പോൾ തന്നെ നമുക്ക് ദുബായിലെ സ്വീറ്റ് കോൺ നമ്മൾ ഫെസ്റ്റിവൽസിനൊക്കെ പോകുമ്പോൾ ഓരോ മസാല ഇട്ടൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയാണ്. അപ്പോൾ വീഡിയോ എന്തുവാ കൊടുക്കാമെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കോണ് ഫുള്ളായിട്ട് പുഴുങ്ങിക്കോട്ട് വന്നപ്പോഴത്തേക്ക് കുക്കീനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കിക്ക് അന്നേരം വേറെ ഫുഡൊക്കെ നമ്മൾ 4 മണിക്ക് വേറെ എന്തൊക്കെയോ ആപ്പിളോ അങ്ങനെ എന്തൊക്കെയോ കൊടുത്തിട്ട് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് നമ്മളിരിക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഈ കോൺ കൊണ്ടുവരുന്നത്. അപ്പോൾ കോൺ അതിൻ്റെ ഷേപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത് നിന്ന് തിന്നുന്ന വീഡിയോയും കൂടെ ഞാൻ എടുത്ത്. അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത്. ആ സംഭവമാണ് സത്യം പറഞ്ഞാൽ ഞാൻ തിന്നുന്നത്, കോൺ. എന്നിട്ട് ഈ കോൺ കഴിച്ചിട്ടാണ് എനിക്ക് ഫുഡ് പോയ്സണിങ് ആയത്. സംഭവം എന്താണെന്ന് വെച്ചാൽ കോൺ പുഴുങ്ങിക്കൊണ്ട് വന്നു. അപ്പം ഞാനും പപ്പായുണ്ട്, പിന്നെ സോഫയിൽ ഇരിക്കുക, കുക്കിയുണ്ട്. അപ്പം ഞാനിങ്ങനെ കഴിച്ചു ജസ്റ്റ്. അപ്പം ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ 2-3-4 ഗ്രീൻ എന്താ പറയുന്നത് കോൺ പോലെ അതിനകത്തുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഈ ആപ്പിളൊക്കെ എന്തെങ്കിലും ചീത്തയാവുകയാണെങ്കിൽ നമ്മൾ ആ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് കഴിക്കും അല്ലേ. പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ കോൺ കുറച്ച് എന്താ ചീത്തയാവുന്ന പോലെ ആ ഒരു സംഭവം ആണ് ഈ ഓരോരോ കോൺ ഇടയ്ക്ക് വെച്ചിട്ട് ഗ്രീനിഷ് കളർ പോലെ ആവുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്ന അത് മാത്രം എടുത്ത് കളഞ്ഞിട്ട് കഴിക്കാൻ പറ്റുമെന്ന്. അപ്പം
അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാനിങ്ങനെ പപ്പായുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പപ്പായും പറഞ്ഞു അത് മാത്രം എടുത്തിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് പപ്പ ഓൾറെഡി തിന്നാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പപ്പായുടേതിന് കുഴപ്പമൊന്നുമില്ല, പപ്പ കഴിക്കുവാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് കഴിച്ചു. അപ്പോൾ ഈ മറ്റേ ഈ ഓരോരോ ഇതുള്ളത് ആ ഒരെണ്ണം കടിക്കുന്ന ഭാഗത്തു നിന്ന് ഞാൻ ആ ഒരു ഗ്രീൻ കളർ വന്നതെടുത്ത് കളഞ്ഞിട്ട് ഒരു എനിക്ക് കടിക്കാൻ പറ്റിയില്ല, കുറച്ച് ചൂടായതുകൊണ്ട്. എന്നിട്ട് ഒരു 2-3 എന്താ പറയുന്ന ചോളം 2-3 പീസ് അത്രയും മാത്രമേ ഞാൻ ശരിക്കും പറഞ്ഞാൽ തിന്നുള്ളൂ, ആ വലിയ കോണിനകത്തുനിന്ന് കേട്ടോ. അപ്പം സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ ഈ ഇതെല്ലാം പറിച്ചിട്ടിട്ട് ഒരു ഗ്ലാസ്സിനകത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു ബൗളിനകത്ത് ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എന്തുവാ മസാല, അതായത് ഈ ബട്ടറും ഉപ്പും ടേമറിക്കും അങ്ങനത്തെ പെപ്പറും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ തിന്നുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് ബിസി ആയിരുന്നുകൊണ്ട് എന്നാൽ അങ്ങനെ അങ്ങ് തിന്നാം എന്ന് വിചാരിച്ചു, വാവയുടെ കൂടെ ആയതുകൊണ്ട്. ഇപ്പം വാവ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും കേട്ടോ. ഞാൻ ഇടയ്ക്കിടെ കാണിക്കാം. നമ്മുടെ കുക്കി ബേബി അങ്ങനെ ഇവിടെ ഉറക്കമാണ്. ആക്ച്വലി ഞാനൊരു എന്താ പറയുക, കുറേ പാത്രവും കാര്യങ്ങളൊക്കെ കഴുകി കുക്കിയെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകിയപ്പോഴത്തേക്ക് ആൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിച്ചിട്ട് വന്നു. അങ്ങനെ പിന്നെ ഉറക്കി. യഥാർത്ഥത്തിൽ ഇപ്പം ഫീഡ് ചെയ്തിട്ടാണ് ഉറങ്ങുന്നത്, ഫസ്റ്റ് 2nd മന്ത് തൊട്ട്. അതുകൊണ്ട് ആരുറക്കിയാലും എടുത്താലും ഒക്കെ ഭയങ്കര പാടാണ് ഉറങ്ങാനായിട്ട്. അങ്ങനെ എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങത്തുള്ളൂ. അല്ലാതെ എത്ര നോക്കിയിട്ടും പപ്പായും മമ്മിയൊക്കെ നോക്കിയിട്ടും എന്താ പറയുന്നത്, ഉറങ്ങത്തില്ല. പ്രാമയിലൊക്കെ ഉരുട്ടി നോക്കി, എടുത്തു നോക്കി. പിന്നെ ചില സമയത്ത് ഭയങ്കര ഉറക്കമാണെങ്കിലാണ് എന്താ പറയുന്നത്, കയ്യിലിരുന്നൊക്കെ അങ്ങ് ഉറങ്ങും. ഇന്നെന്തായാലും ഉറങ്ങിയില്ല. അങ്ങനെ എൻ്റെ കൂടെ കിടന്നിട്ടാണ് ആൾ ഉറങ്ങിയത്. അപ്പോൾ എന്തോ പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ തിന്നു 2-3 ചോളം മാത്രമാണ്. സത്യം പറഞ്ഞാൽ നമ്മളിത് കടിക്കുമ്പോഴും നമുക്കൊന്നും തോന്നത്തില്ല, ഫീൽ ചെയ്യത്തില്ല. പിന്നെ നമ്മളിത് ചവയ്ക്കുമ്പോഴൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇതങ്ങോട്ട് ഇറക്കിയപ്പം എനിക്ക് മനസ്സിലായി, ഈ ഇറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുമല്ലോ ചില സാധനങ്ങൾ. അതുപോലെ എനിക്ക് ഇറക്കിയപ്പം ശരിക്കും നല്ല ചീത്തയായ ഫുഡിൻ്റെ ഒരു ടേസ്റ്റായിരുന്നു. അതായത് നമ്മൾ വിസിബിളി എനിക്ക് അതിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ അങ്ങനെ ചീത്തയായിട്ട് തോന്നിയില്ല. അതുപോലെ തന്നെ ഇത് വിസിബിളി ഈ 2-3-4 സ്പോട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം അത് നോർമലാണ്, നമുക്കത് മാറ്റിയിട്ട് തിന്നാം എന്നുള്ളൊരിതിൽ അങ്ങനെ നമുക്കോ അറിയത്തില്ല. അപ്പം അതെടുത്ത് മാറ്റി ആണ് തിന്നത്. പക്ഷെ തിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ഭയങ്കര പന്ന ടേസ്റ്റായിരുന്നു അതിന്. അപ്പം സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എന്തോ പറ്റിയെന്ന് വെച്ചാൽ, അപ്പോൾ എനിക്ക് ഇറക്കിയിട്ട് ഞാൻ അടുത്ത വാ കടിച്ചപ്പോഴാണ് എനിക്ക് അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ഒരു എത്രത്തോളം അത് പന്നലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം തന്നെ എനിക്ക് എണ്ണീറ്റിട്ട് പോയി തുപ്പണം. എനിക്ക് ഇറക്കാൻ പറ്റില്ല, തുപ്പിയിട്ട് വാ കഴുകണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എഴുന്നേറ്റ് വാഷ് ബേസിൻ്റെ അവിടെ എനിക്ക് നേരെ നിന്ന് പോകാൻ വയ്യ. അപ്പം തന്നെ എനിക്ക് വയറുവേദന എടുത്തു. ഇത് വയറ്റിലോട്ട് ചെന്നപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ട് റിയാക്ഷൻ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന എടുത്തു. എനിക്ക് എന്നിട്ട് അവിടുന്ന് വാ കഴുകാൻ പറ്റുന്നില്ല, വാഷ് ബേസിൻ്റെ അവിടെ. അത്രയ്ക്ക് ഓൺ ദ സ്പോട്ട് ഇൻസ്റ്റൻ്റായിട്ട് വയ്യാതാവുന്നു എന്നൊക്കെ പറയുന്ന പോലെ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മറ്റേ വായിലിരുന്ന് തുപ്പിക്കളഞ്ഞിട്ട് വായും കഴുകിയിട്ട് എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഓടി വന്ന് ഞാൻ എന്നിട്ട് മമ്മിയെ വിളിച്ചു. എന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പെട്ടെന്ന് ഞാൻ ഓടി വന്നപ്പോൾ മമ്മി ഉറങ്ങുമായിരുന്നു, റെസ്റ്റ് എടുക്കുമായിരുന്നു വൈകിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മമ്മിയോട് പറഞ്ഞു, മമ്മി ഒന്ന് പെട്ടെന്ന് എനിക്ക് ഛർദ്ദിക്കാൻ വേണ്ടി തോന്നുന്നു, വയറുവേദന എടുക്കുന്നു എന്ന് പറഞ്ഞു.
എന്നിട്ട് ഞാനിവിടെ കിടന്നു ഭയങ്കര വയറുവേദന. ഞാനിവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്താ പറയുന്നത് ഉരുളുമായിരുന്നു. കാരണം അത്രയ്ക്ക് എനിക്ക് വയറുവേദന എടുക്കുന്നു. പിന്നെ എങ്ങനെയെങ്കിലും ഇത് വൊമിറ്റ് ചെയ്യുവാണെങ്കിൽ ചില സമയത്ത് നമുക്ക് ഈ എന്തെങ്കിലും ഈ എന്താ പറയുന്നത് ബാക്ടീരിയാസോ അങ്ങനെ എന്തെങ്കിലും വൈറസോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബാക്ടീരിയ അങ്ങനത്തെ എന്തെങ്കിലും നമ്മുടെ ഫുഡിനകത്തോ വയറ്റിലുണ്ടെങ്കിൽ അത് വൊമിറ്റ് ചെയ്തങ്ങ് പോവുകയാണെങ്കിൽ അങ്ങനെ അങ്ങ് പോയിട്ട് അങ്ങ് സെറ്റിലാവുമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പം എന്തായാലും തീരെ പറ്റുന്നില്ല. എനിക്ക് ഇങ്ങനെ വൊമിറ്റ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ പിന്നെ കവറൊക്കെ വെച്ചിങ്ങനെ ഞാൻ ഇരുന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഞാൻ ഒറ്റ വൊമിറ്റ് ചെയ്തുള്ളൂ. പക്ഷെ അത് 5 വട്ടമായിട്ട് ഞാൻ വയറ്റിലുള്ള ഫുഡെല്ലാം വൊമിറ്റ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഭയങ്കര വയറുവേദനയും എനിക്ക് എന്താ പറയുന്നത് ഒന്നും പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചു അയ്യോ എന്തെങ്കിലും പറ്റുമോ, അപ്പം ഇനി മരുന്ന് കഴിച്ചാൽ മതിയോ അതോ ഹോസ്പിറ്റലിൽ പോകണോ, അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. എന്തായാലും ചേച്ചിയെ വിളിച്ചു. ആ സമയത്ത് ചേച്ചി പറഞ്ഞു തീരെ വയ്യാമെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ചേച്ചി പറഞ്ഞ മരുന്ന് ഈ വൊമിറ്റിങ്ങിനും പിന്നെ എന്താ വയറുവേദന വരാതിരിക്കാനും ഒക്കെയുള്ള മരുന്ന് പറഞ്ഞു തന്നു. അപ്പം എന്തായാലും അത് കഴിഞ്ഞിട്ട് ORSും നമ്മൾ വൊമിറ്റിങ് ക്ഷീണമൊക്കെ ആയതുകൊണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു പിന്നെ ഞാൻ വിചാരിച്ച് നമ്മൾ പോകേണ്ടി വരും. അതുമാത്രമല്ല നമ്മൾ വൊമിറ്റ് ചെയ്യുവാണെങ്കിൽ കഴിക്കുന്ന മരുന്ന് നമ്മൾ വൊമിറ്റ് ചെയ്ത് കളയുവാണെങ്കിൽ പിന്നെ അത് കഴിച്ചിട്ട് ഉപയോഗമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്ന സമയത്ത് നമ്മളിത് അങ്ങനത്തെ ഒരു സെൻസേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ പോകണം. അപ്പോൾ അതിനുള്ള എക്സ്ട്രാ എന്താണെന്ന് വെച്ചാൽ പ്രിക്കോഷൻ ഇഞ്ചെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിപ്പോ അങ്ങനത്തെ എന്തെങ്കിലും വേണമെങ്കിൽ അവർ നോക്കിയിട്ട് പറയും. എന്തായാലും വൊമിറ്റിങ് അങ്ങോട്ട് കഴിഞ്ഞൊരു 15-20 മിനിറ്റ് കഴിഞ്ഞ് പതുക്കെ എൻ്റെ എന്താ പറയുന്ന ഒരു ബോഡി എങ്ങനെ നോർമൽ ആവാൻ തുടങ്ങി. ആ വയറുവേദനയും കുറഞ്ഞു. പിന്നെ ആ വൊമിറ്റിങ്ങിൻ്റെ സെൻസേഷൻ അങ്ങ് നിന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ മരുന്ന് എടുത്തില്ല, വാങ്ങിച്ചു. പപ്പ അപ്പം തന്നെ പോയി ഓട്ടോയിൽ പോയി വാങ്ങിച്ചിട്ട് വന്നു. പക്ഷേ ഓക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് എടുത്തില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു പോയിസൻ്റെ സംഭവങ്ങളൊക്കെ അങ്ങ് അപ്പം തന്നെ അങ്ങ് വൊമിറ്റ് ചെയ്ത് പോയതുകൊണ്ട് പിന്നെ അപ്പം തന്നെ അങ്ങ് ഓക്കെ ആയെന്ന് തോന്നുന്നു. എന്നാലും അത് കഴിഞ്ഞിട്ട് ഞാൻ നോർമലായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നിട്ട് ഇത് അടിച്ച് നോക്കി. ഞാൻ സെർച്ച് ചെയ്തപ്പം കണ്ടതെന്ന് വെച്ചാൽ ഈ കോൺ നമ്മൾ അങ്ങനെ വിചാരിക്കത്തില്ല, നോർമൽ ഫുഡ് പോലെ അല്ല അത് ഭയങ്കര ഒരു ഡേഞ്ചറസാണ്. കാരണം അതിനകത്ത് നമ്മൾ ഈ മോൾഡി ആയിട്ടുള്ള ഈ ഗ്രീൻ കളറായിട്ടുള്ള കോൺ നമ്മൾ കാണുവാണെങ്കിൽ അത് മൊത്തത്തോടെ നമ്മളെടുത്ത് കളയണം. കാരണം ഇതിനകത്തൊക്കെ ഫുൾ എന്താ പറയുന്നത് ചീത്തയായതിന് ശേഷമാണ് ചിലപ്പോൾ ഒരെണ്ണമോ രണ്ടെണ്ണമോ പുറത്ത് ആ ഒരു കോണ് ചീത്തയായിട്ട് ഇങ്ങനെ ഗ്രീൻ കളറായിട്ടിരിക്കുന്നത് നമുക്ക് കാണുമ്പം ഭയങ്കര ഫ്രഷായിട്ട് തോന്നും. അതുപോലെ തന്നെ ഇത് നമ്മൾ എന്താ ഉണ്ടാക്കുമ്പോൾ സ്റ്റീം ചെയ്യുമ്പം എന്തുവാ എന്തെങ്കിലും സ്ട്രോങ് സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അത് ഓരോരോ രീതിയിലാണ്. ചിലപ്പോൾ ഒരു മഷിയായിട്ടുള്ള ടെക്സ്ചർ, ഒരു സ്ലിപ്പറി ടെക്സ്ചർ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേടായെന്നാണ് അർത്ഥം. ഏറ്റവും മെയിനായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ പറയുന്നതിൻ്റെ തൊട്ട് ഗ്രീനായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ കാണുവാണെങ്കിൽ അതുപോലെ എടുത്ത് കളഞ്ഞോണം. പിന്നെ ബാക്കി എന്തായാലും ഭാഗ്യത്തിന് പപ്പ ഒരെണ്ണം ഫുള്ള് തിന്നു. പക്ഷെ പപ്പായ്ക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല. പിന്നെ പക്ഷെ അതിനകത്തധികം അങ്ങനെ ഗ്രീനൊന്നും കണ്ടില്ല. പക്ഷെ വേറെയും 4 വാങ്ങിച്ചു. അങ്ങനെ വേറെയും 2 ഉണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മളെടുത്ത് കളയുമായിരുന്നു. കാരണം ഈ സംഭവത്തിനകത്ത് ഈ കോൺ ചീത്തയായിട്ട് നമ്മളത് ഫുഡ് ഇൻടേക്ക് ചെയ്യുവാണെങ്കിൽ ഇതൊരു വലിയ പേരുള്ള ഒരു സംഭവമാണ് കേട്ടോ ബാക്ടീരിയ. അത് നമ്മുടെ വയറ്റിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഈ പറയുന്നതിൻ്റെ ഒരു ഡിസീനസും ഈ തലകറക്കവും വയറുവേദനയും വോമിറ്റിങ്ങും ഒക്കെ വരാം. പക്ഷെ അത് ഡെത്ത് വരെ സംഭവിക്കാമെന്ന് നമ്മുടെ റിസർച്ച് ചെയ്തവർ പറഞ്ഞിട്ടുണ്ട്. അതായത് 1 hour to 24 hours നമുക്ക് അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു കാര്യം വരെ വന്നേക്കാം. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ
നല്ലതായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇതിനെപ്പറ്റി ചെയ്യാമെന്ന് വിചാരിച്ചത്. ശരിക്കും ആ സമയത്ത് ഞാൻ വിചാരിച്ച് ഇത് ഇത്രയും പ്രശ്നം വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തെങ്കിലുമൊക്കെ പറ്റുമോ എന്നായിപ്പോയി. അങ്ങനെയായിരുന്നു. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുക. ഈ കോണെന്ന് പറയുന്നത് ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ ഒത്തിരി കഴിച്ചിട്ടുണ്ട്, പക്ഷേ വാങ്ങിച്ചും കഴിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇത് ഈ ഷോപ്പിലൊക്കെ ഡെയിലി ആയിട്ട് എപ്പോഴും ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇതിനെപ്പറ്റി അറിയായിരിക്കും. നമ്മളങ്ങനെ തിന്നുമ്പം ഷോപ്പിൽ നിന്ന് ചിലപ്പോൾ വാങ്ങിച്ച് തിന്നുമ്പോൾ നമുക്കങ്ങനെ തോന്നത്തില്ല, അറിയാവുന്നവർ കാണും. പക്ഷേ നമ്മളല്ലാതെ വീട്ടിൽ നിന്ന് നമ്മൾ ഈ ഓരോ ഷോപ്പിംഗ് മാളിൽ നിന്നും അല്ലാതെ ഫ്രൂട്ട്സ് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പം നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. നമ്മൾ ഒത്തിരിയൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ, കാരണം അവർക്കാണെങ്കിലും ഓരോ സ്റ്റോക്കൊക്കെ വരുന്നതനുസരിച്ച് എത്ര നാളായതാണെന്ന് ചിലപ്പോൾ അവർക്കും അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് അതെന്തായാലും ഒത്തിരി ദിവസം ആയിട്ടുണ്ടാവും അത് വന്നിട്ട്. പക്ഷേ നമ്മൾ ജസ്റ്റ് 1 ഡേ കഴിഞ്ഞ് അടുത്ത ദിവസം ഉണ്ടാക്കിയപ്പോൾ തന്നെ അത് ചീത്തയായി. അപ്പോൾ അതാണ് സംഭവം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കേ, ബൈ.